God will deliver you from all the weakness. എല്ലാ ബലഹീനതകളിലും ദൈവം നിന്നെ വിടുവിക്കാൻ പോവുകയാണ്. Coming out from all tensions. എല്ലാ മാനസിക ഭാരങ്ങളും ദൈവം നിന്നെ വിടുവിക്കാൻ പോവുകയാണ്. Son will be blessed. ആമേൻ. നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. Everything will go well. എല്ലാം അനുഗ്രഹിക്കപ്പെടുന്ന സമയത്തേക്ക് നീങ്ങാൻ പോവുകയാണ്. And there will be someone to inherit the land. ആമേൻ. ചിലരൊക്കെ ഭൂമിയെ കൈവശമാക്കുന്ന അനുഭവത്തിലേക്ക് വരാൻ പോവുകയാണ്. And you will get the share from the Lord. ആമേൻ. നിനക്കും അതിൽ ദൈവത്തിന്റെ ഒരു ഓഹരി ദൈവം തന്ന് മാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. And God will speak to you at night. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് രാത്രിയുടെ യാമങ്ങളിൽ നിന്നോട് സംസാരിക്കും. The angel will visit you. ആമേൻ. ദൈവത്തിന്റെ ദൂതന്മാർ നിന്നെ സന്ദർശിക്കും. Book of Deuteronomy, ആമേൻ. ആവർത്തന പുസ്തകം verse 7. Chapter 7. Chapter 7, Chapter 7. verse 4, the word for you. 4-ാമത്തെ വാക്യം ദൈവം നിനക്ക് വേണ്ടി തരുന്നു. ആവർത്തന പുസ്തകം 7-ന്റെ 4-ാം വാക്യം. So I do not know that verse, but the Holy Spirit has given the book of Deuteronomy, chapter 7, verse 4. You can read. വായിച്ചോ? അന്യദൈവങ്ങളെ സേവിപ്പാൻ തക്കവൻ അവർ നിന്റെ പുത്രന്മാരെ നിന്നോട് അകറ്റിക്കളയും. യഹോവയുടെ കോപം നിങ്ങൾക്ക് വിരോധമായി ജ്വലിച്ച് നിങ്ങളെ വേഗത്തിൽ നശിപ്പിക്കും. So, yeah. നിങ്ങൾ So, you have children? Yeah. Another is this one. Okay. 2 daughters. So, read that verse again. ആമേൻ. അന്യ ദൈവങ്ങളെ സേവിപ്പാൻ തക്കവണ്ണം അവർ നിന്റെ പുത്രന്മാരെ നിന്നോട് അകറ്റിക്കളയും. യഹോവയുടെ കോപം നിങ്ങളെ വിരോധമായി ജ്വലിച്ച് നിങ്ങളെ വേഗത്തിൽ നശിപ്പിക്കും. ആകയാൽ നിങ്ങൾ So, why God is giving this word? എന്തുകൊണ്ടാണ് ദൈവവചനം തന്നെന്ന് മനസ്സിലാകുന്നുണ്ടോ? To keep you safe from the coming problems. ആമേൻ. വരുവാൻ പോകുന്ന പ്രശ്നങ്ങളിൽ നിന്നും ദൈവം നിന്നെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. So, some of you, maybe the children, maybe not keeping the word. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ വചനം സൂക്ഷിക്കാത്ത നിലവാരത്തിലേക്ക് തലമുറകളെ കൊണ്ടുപോകാൻ പിശാചിന്റെ ശ്രമം ഒരു പക്ഷേ പിന്നിലുണ്ടായിരിക്കാം. So what you have to do, you have to come back to the Lord. ആമേൻ. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നിട്ട് And you have to build a wall of fire. ആമേൻ. ഒരു തീമതിൽ നിനക്ക് ചുറ്റും നീ നിർമ്മിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. And you have to pray for your children. ആമേൻ. തലമുറകളെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കണം. Who are your children? നിങ്ങളുടെ മക്കൾ ആരൊക്കെയാണ്? One got married. married. Oh. Are they all believers? Yes, yes. Are they all reading the scriptures? Yes. Yes. No problem. Well, Okay. So why God gave this word to as an anticipatory bail? ആമേൻ. സ്തോത്രം. ഒരു മുൻകൂർ ജാമ്യം പോലെ. ആമേൻ. സ്തോത്രം. ദൈവം ഒരു മുന്നറിയിപ്പ് പോലെ ദൈവം ഈ വചനം നിങ്ങൾക്ക് തരികയാണ്. So something that will happen, it will not happen when you keep this word. ആമേൻ. സംഭവിക്കുവാൻ സാധ്യതയുള്ള നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുവാൻ സാധ്യതയുള്ള ചിലത് സംഭവിക്കാതിരിക്കും. I see the one who is married is not happy. ആമേൻ. സ്തോത്രം. വിവാഹം കഴിഞ്ഞ മകളുടെ ജീവിതത്തിൽ അധികമായ സന്തോഷം ലഭിക്കേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. So God will bless her abundantly. ആമേൻ. ദൈവം അവളെ അധികമായി മാനിക്കാൻ ആഗ്രഹിക്കുന്നു. She maybe, I see she is crying in these days. ആമേൻ. ചില വിഷയങ്ങളിൽ അവൾ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. So God will deliver you because of your faith. ആമേൻ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആഴങ്ങൾ നിമിത്തം ദൈവം അവളെയും അവളുടെ തലമുറയെയും അവളുടെ ഭർത്താവിനെയും മാനിക്കാൻ പോവുകയാണ്. So that daughter who is married is going through many hurdles. To whom the word is going? The daughter, that last one? yeah. Okay. Proceed, please. To whom that daughter who is married is going through many hurdles. ആമേൻ. സ്തോത്രം. ആ മകൾ വിവാഹം ചെയ്തിരിക്കുന്ന മകൻ ആമേൻ ചില പ്രതിസന്ധിയുടെ വെല്ലുവിളിയുടെ മുമ്പിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. So when you pray, God will deliver. ആമേൻ. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവന്റെ ജോലി സംബന്ധമായ വിഷയങ്ങളിലുള്ള ദൈവപ്രവൃത്തി അവന്റെ മേൽ ദൈവം അയക്കും. So I think the word is resonating. ആമേൻ. വചനം നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തിന്റെ ആ വചനം നിങ്ങളോട് ദൈവം ഇടപെടുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. So God will deliver your daughter and your son-in-law. ആമേൻ. നിന്റെ ആമേൻ മകളെയും മരുമകനെയും ദൈവം
ഒരു പ്രത്യേക നിലയിലേക്ക് അനുഗ്രഹത്തിലേക്ക് വരുത്താൻ ആഗ്രഹിക്കുന്നു. So you will see miracles. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നിങ്ങൾ കാണും. This is the word. ആമേൻ. ഇതാണ് ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ള അരുളപ്പാട്. No need of medicine. ആമേൻ. വൈദ്യന്മാരിലോ ലോകത്തിന്റെ മരുന്നിലോ ആശ്രയിക്കേണ്ടതായിട്ടില്ല. You and your family will be saved. ആമേൻ. നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. And give everything to the Lord. ആമേൻ. എല്ലാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. And God will bless you abundantly. ആമേൻ. ദൈവം നിന്നെ നിറവോടുകൂടെ അനുഗ്രഹിക്കാനിടയായി തീരും. God will take you from this place to another. ദൈവം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകും. And he will protect you. ആമേൻ. ദൈവത്തിന്റെ ആ പരിരക്ഷണം നിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. And you will be safe. ആമേൻ. നീ ദൈവത്താൽ പരിരക്ഷിക്കപ്പെടുന്ന ആളായി തീരും. And do not worry what is happening in your life. ആമേൻ. ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെടരുത്. The battle is God's. ആമേൻ. ദൈവത്തിന്റെ യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. So deliverance surely you will see. ആമേൻ. ദൈവത്തിന്റെ വിടുതൽ തീർച്ചയായിട്ടും നീ കാണും. The building will be completed. ആമേൻ. ആമേൻ. വീടിന്റെ ആ പണികളെല്ലാം പൂർത്തീകരിക്കപ്പെടും. The light of Jesus is shining in your house. ആമേൻ. ദൈവത്തിന്റെ വെളിച്ചം നിന്റെ ഭവനത്തിനകത്ത് നിറയുന്നുണ്ട്. Maybe you are lacking money. ആമേൻ. സാമ്പത്തികമായ പ്രതിസന്ധി ആയിരിക്കാം ഇപ്പോൾ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. God is giving you in abundance. ആമേൻ. ദൈവം നിനക്ക് സാമ്പത്തികമായ നിറവ് തരാൻ പോവുകയാണ്. That is the word for you. ആമേൻ. അതേ വചനമാണ് ദൈവത്തിന് നിങ്ങളോട് ഇന്ന് പകൽക്കാലം Happiness to you. സന്തോഷം നിനക്ക് ദൈവം തരുന്നു. And good food, tasty food you eat. നിനക്ക് ഏറ്റവും ആമേൻ സ്തോത്രം ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങൾ ദൈവം നിനക്ക് തരും. You don't have to see the physician. ആമേൻ. നിനക്ക് ഒരു വൈദ്യനെ പോയി കണ്ട് കാര്യങ്ങൾ പറയേണ്ടതായ സാഹചര്യം വരുന്നില്ല. You will eat good fish. ആമേൻ. നീ നല്ല മത്സ്യം കഴിക്കുന്ന അവസ്ഥ ദൈവം തരും. Happiness is coming. Amen. You like fish? Is it that sister? സ്തോത്രം. പൈസലാണ് ബ്രൗൺ. Yeah. മീൻ ഭയങ്കര ഇഷ്ടമാണോ? God is giving, I see abundance of fish. God is giving you. അതിന്റെ ഭവനത്തിൽ ഒരു വലിയ നിറവിനെ ദൈവം തരുന്നത് ഞാൻ കാണുന്നു. And no more sadness. ആമേൻ. ദുഃഖകരമായതൊന്നും നിന്റെ ജീവിതത്തിൽ ഇനി നിലനിൽക്കത്തില്ല. And more abundance is coming. നിറവിന്റെ ഒരു അനുഭവം ദൈവം നിന്റെ കുടുംബത്തിൽ തരാൻ ആഗ്രഹിക്കുന്നു. And when you pray, many blessings are coming to you. ആമേൻ. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നിരവധി അനുഗ്രഹങ്ങൾ നിന്റെ മേൽ വരുന്നുണ്ട്. And money is coming from abroad. സാമ്പത്തികം വിദേശത്ത് നിന്ന് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട്. The Lord will make you the head and not the tail. ആമേൻ. നിന്നെ ദൈവം വാലല്ല തലയാക്കാൻ പോവുകയാണ്. God is healing you. ദൈവം നിന്നെ സൗഖ്യമാക്കും. Greater things you are going to see. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി പിന്നീട് നീ കാണാൻ പോകുന്നു. That is the word for you. ഇതാണ് ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുള്ള വചനം. So what is our time? You can proceed, no problem. Time is up to you. Infection healed, chest infection healed. ശരീരമേഖല ഇൻഫെക്ഷനുകൾ മാറാൻ പോവുകയാണ്. Mother is healed. മദർ അമ്മ സൗഖ്യമാകാൻ പോകുന്ന Mercy of the Lord is upon you. ആമേൻ. ദൈവത്തിന്റെ ദയ നിന്റെ മേൽ വെളിപ്പെടും. You will reach the place at the right time. ആമേൻ. നീ യഥാർത്ഥ സ്ഥലത്ത് കൃത്യസമയത്ത് എത്തിച്ചേരാൻ ഇടയായിത്തീരും. New job is waiting for you. ദൈവത്തിന് പുതിയ ജീവിത വഴികൾ നിനക്കായി തുറക്കുവാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. The Lord will settle your cases. ആമേൻ. നിന്റെ പ്രശ്നങ്ങളെല്ലാം ദൈവം പരിഹരിക്കും. New people are coming to help you. ആമേൻ. പുതിയ ആൾക്കാർ നിന്നെ സഹായിക്കാനായി കടന്നു വരും. The Lord will send helpers. ആമേൻ. നിനക്ക് സഹായത്തിനായി ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. And you don't have to carry the burden yourself. ആമേൻ. നീ തന്നെ ഭാരങ്ങളെ ചുമക്കേണ്ട. I see the abundance coming. വലിയ നിറവ് നിന്റെ വീട്ടിനകത്തുണ്ട്. And you will see visions. ആമേൻ. നീ ചില ദർശനങ്ങളെ കാണാൻ പോവുകയാണ്. New doors are opening. പുതിയ വാതിൽ നിനക്കായി തുറക്കപ്പെടും. So this is the word for you. ആമേൻ. ഇതാണ് ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുള്ള ദൈവിക ആലോചന. So I believe Holy Spirit is speaking. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. സ്തോത്രം. So God will change your life. ആമേൻ. ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റി എഴുതും. When you come to the doctor, നിങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് വരുമ്പോൾ you will not be going out from the clinic as the same person. ആമേൻ. നിങ്ങൾ ആ ക്ലിനിക്കിൽ നിന്ന് പുറത്തു പോകുന്നത് ക്ലിനിക്കിലേക്ക് വന്ന അതേ അവസ്ഥയിലായിരിക്കത്തില്ല. Your pain will go. നിങ്ങളുടെ വേദനകൾ മാറിയവരായിട്ടായിരിക്കാം നിങ്ങൾ തിരികെ പോകുന്നത്. You will go as
healed and delivered. അമ്മ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചും വിടുതൽ പ്രാപിച്ചുമാണ് ക്ലിനിക്കിൽ നിന്നും പുറത്തു പോകുന്നത്. So what you believe will come to pass. അമ്മ